എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഊണ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് വെള്ള റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുവെ ഇവിടെ കുത്തിരിച്ചോറുണ്ടാണ് ഫുഡ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെള്ള റൈസ് ഉണ്ടാക്കി. പിന്നെ മോരുകറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം കുറച്ച് മോരുകറി എടുത്ത ചോറിലോട്ട് ഒഴിക്കാം. ഇവിടുത്തെ മോരിന് പുളിയൊക്കെ കുറവാണ്. അപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് മോരുകറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറേ നാളായിട്ടുണ്ട് മോരുകറി കൂട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് ഒഴിവ് ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ മോരുകറി ഉണ്ടാക്കിയത്. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോവക്കൊക്കെ വാങ്ങി ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണയിലൊക്കെ മൂപ്പിച്ചിട്ട് ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ്. ഇപ്പോൾ പരിപ്പ് കറിയും മോരുകറിയാണ് ഇന്നത്തെ പ്രധാന ഐറ്റം. നല്ല ചൂടോടെ തന്നെയാണ് കേട്ടോ വിളമ്പിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള കറികളൊക്കെ. ഇപ്പോൾ ഇന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്, 2 മണി ആവാനായിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഇനി ആ മീൻ വറുത്തിയൊരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ കുടുതക്കും ഐക്കൂർക്കും ഒക്കെ നല്ല റേറ്റ് കുറവാണ്, വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാല പുരട്ടിയിട്ട് ഫ്രൈ ആക്കിയതാണ്. പിന്നെ കൂടുതൽ അച്ചാറുണ്ടാക്കിയും വെച്ചു. നമ്മളെ വീട്ടിൽ തന്നെയുള്ള മസാലപ്പൊടികളൊക്കെ വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. പുറത്തുനിന്ന് വേറെ പൊടിയൊന്നും അച്ചാർ പൊടിയൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ്. അധികം എണ്ണ ഒന്നും ഒഴിക്കാണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ്. അതുകൊണ്ട് കുറേ നാൾ നിർത്തി വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കണം, അല്ലെങ്കിൽ കേടായി പോവും. ഇനി ആ ചോറ് കഴിച്ചാലോ? പരിപ്പ് കറിയും മോരുകറിയും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി ആ മീനിൽ നിന്ന് ഒരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം. സംഭവം നല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്തിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ മീൻ വറുത്തതും പരിപ്പ് കറിയും നമ്മളുടെ മെയിനായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഐറ്റം അല്ലേ. ആരും അത് ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ മോരുകറി ആണെങ്കിലും മീൻ വറുത്ത മോരുകറിയും വേറെ പ്രധാനപ്പെട്ടൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അച്ചാറും മോരുകറിയും പരിപ്പ് കറിയൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ ഊണ് ഒരു രക്ഷയില്ല. കുറേ ദിവസമായിട്ടുണ്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ലീവാണ്. അപ്പോൾ അതുപോലെ നാളെ ശനിയാഴ്ച ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ദിവസം നല്ല ഉച്ചയ്ക്ക് നല്ല കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് നല്ല ചൂടോടെ തന്നെ ഫുഡ് കഴിക്കും. സാധാരണ ഓഫീസിലൊക്കെ പോയിട്ട് ആ ചൂടില്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടി കൊണ്ടുപോകുന്ന ഫുഡാണ് കഴിക്കാറ്. ഇപ്പോൾ ഒഴിവ് ദിവസമാകുമ്പോൾ നമ്മൾ കിച്ചണിൽ കയറിയിട്ട് കാര്യമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 2-3 കറികൾ കൂട്ടി ഊണ് കഴിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ വളരെ കുറവായിട്ടാണ്. ഇപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഫുഡ് കഴിക്കലും കുറവാണ്, അതായത് റൈസ് ഉച്ചക്കൊക്കെ കഴിക്കൽ കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നമ്മൾ നല്ല നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കലാണ് ഇപ്പോൾ പതിവ്. ഇപ്പോൾ ബിരിയാണിയും മജ്ബൂസും ഒക്കെ കഴിച്ച് മടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് ഫുഡ് ഒഴിവാക്കിയേക്കാണ്. പിന്നെ മീൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ സൈഡായിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കോവക്ക വാങ്ങിയത്. അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട, പരിപ്പ് കറിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന്. പിന്നെ എല്ലാം കൂടി ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായില്ല. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് പരിപ്പ് കറിയിൽ കോവക്കൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. സംഭവം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പച്ചക്കറിക്ക് പച്ചക്കറിയായി. പിന്നെ മോരുകറി മീൻ കറി എല്ലാം കൂടിയിട്ട് ഇന്ന് നല്ല ലഞ്ചായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫുഡ് കഴിച്ചോ? നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.